ഹായ് എവറി വൺ, എല്ലാവർക്കും മാത്സിൻ്റെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 5ാം ക്ലാസ്സുകാരുടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സി ദി നമ്പേഴ്സ് ഗിവൺ ബിലോ. കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ, നമ്പേഴ്സ് ഗിവൺ ബിലോ. ഇനി ഈ നമ്പേഴ്സിനെ വെച്ചുകൊണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം, ഇഫ് ദീസ് നമ്പേഴ്സ് ആർ റിട്ടൺ ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, വാട്ട് വിൽ ബി ദി ലാസ്റ്റ് നമ്പർ? വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ട്രിക്കി ഒന്നല്ല, അതായത് നമ്മളെ വളഞ്ഞു മൂക്ക് പിടിക്കാൻ പറയില്ലേ, ആ ഒരവസ്ഥയാണ് അല്ലേ. ഇഫ് ദീസ് നമ്പേഴ്സ്, ഈ നമ്പറുകളൊക്കെ ആർ റിട്ടൺ ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് അല്ലേ, വലുതെന്ന് ചെറുതിലേക്ക് ഈ നമ്പേഴ്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദി ലാസ്റ്റ് നമ്പർ, ഇതിലെ അവസാനത്തെ സംഖ്യ ഏതായിരിക്കും എന്ന ചോദ്യം, നമ്പർ. അപ്പൊ അതിനർത്ഥം എന്താ, ഈ തന്ന 4 ഏറ്റവും ചെറിയ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാ? യെസ്, ഇതാണ് സ്മോളസ്റ്റ് നമ്പർ അല്ലേ. അപ്പൊ ഇതായിരിക്കും വലുതെന്ന് ചെറുതിലേക്ക് എഴുതുമ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുക. ഈ സംഖ്യകളൊക്കെ വലുതെന്ന് ചെറുതിലേക്ക് എഴുതുമ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കാം. ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും ചെറിയ നമ്പറാണ് 35,421. 35,421 ആയിരിക്കും ലാസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കണം, ലാർജസ്റ്റ് നിന്ന് സ്മോളസ്റ്റിലേക്ക് എഴുതുമ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുക എന്താണ്? സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കും. ലാർജസ്റ്റ് നിന്ന് സ്മോളസ്റ്റിലേക്ക് എഴുതുമ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുക സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കും. ദി സം ഓഫ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ബി ക്വസ്റ്റ്യൻ. ദി സം ഓഫ് 2 ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ്, ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടല്ലേ, വിച്ച് ആർ ദോസ് നമ്പേഴ്സ്? മുകളിൽ കൊടുത്ത ഈ നമ്പറുകളിലെ ഏതോ രണ്ടെണ്ണം ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് വേണ്ടത്. ഒരു സിമ്പിൾ ട്രിക്ക് എന്താ വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ വൺസ് പ്ലേസ് നോക്കാം. ഈ വൺസ് പ്ലേസിൽ ഇവിടെ 3 ആണ്. അപ്പൊ നോക്കേണ്ടത്, ഇവിടെ നോക്കിയേ, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. 2 + 1 3 വരുന്നുണ്ട്. ഇത് രണ്ടാകാൻ സാധ്യത ഉണ്ട്, ഉറപ്പില്ല. ഇനി വേണം ഇങ്ങനെ വരാം, നോക്കൂ, ഈ നമ്പറും ഇതും വേണമെങ്കിൽ വരാം, കാരണം ഇവിടെ 2 + 1 3 ആണ്. അപ്പൊ രണ്ട് ഓപ്ഷൻസും അങ്ങനെ നിൽക്കുന്നത്. നമുക്ക് അടുത്ത സംഖ്യ നോക്കാം. ഇവിടെ 10th പ്ലേസിൽ 0 ആണ്. 10th പ്ലേസിൽ 0 വരണമെങ്കിൽ എങ്ങനെയൊക്കെ ചാൻസ് ഉള്ളത്? ഒന്നുകിൽ 0 + 0 ആകണം, അല്ലെങ്കിൽ 1 + 9 10 ആകണം, 10 0 ഇട്ട് കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ 2 + 8 ആകണം, 3 + 7 ആകണം 10, 6 + 4 10 ആണ്, 5 + 5 10 ആണ്. അപ്പോൾ ഇനി ഈ നമ്പറുകളിലൊക്കെ 10th പ്ലേസ് ഒന്ന് നോക്കാം. ഇവിടെ 8 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 8 + 2 10 ആകാൻ സാധ്യത ഉണ്ട്. ഇവിടെ 8 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പോഴും 8 + 2 10 ആവാൻ ചാൻസ് ഉണ്ട്. ഇത് കട്ട് ചെയ്യാൻ എന്തായാലും ഇതാവില്ല ഉത്തരം, കാരണം ഈ 3 ഏത് ഒന്നായിരിക്കും. കാരണം എന്താ, 2 + 1 3, ഇവിടെയും 2 + 1 3, ആ കണ്ടീഷൻ ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, വൺസ് പ്ലേസിൽ 3 ആയി, 10th പ്ലേസിൽ ഇവിടെ 0 ആണ് വരുന്നത്. 0 വരണമെങ്കിൽ 8 + 2 10, അപ്പൊ ചാൻസ് ഉണ്ട്, ഇവിടെയും ചാൻസ് ഉണ്ട്, 8 + 2 10. ഓക്കെ, ഇനി നമുക്ക് കൂട്ടി നോക്കാം. ഇപ്പൊ രണ്ട് ഓപ്ഷൻസിൽ ഒന്ന് കട്ട് ചെയ്യില്ലേ, അപ്പൊ ഇത് കൂട്ടി നോക്കാം. നമുക്ക് ഇത് രണ്ടും കൂട്ടി നോക്കാം അല്ലെ. വരുന്നുണ്ടോ? ഇത് വരില്ല, കാരണം എന്താ, 0 3 ഓക്കെയാണ്, പക്ഷെ ഇവിടെ 3 വന്നു, ഇവിടെ 3 ആണുള്ളത്, അല്ല. അപ്പൊ ഇത് രണ്ടും എല്ലാം മനസ്സിലായി. അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഓക്കെ, ആ ചാൻസ് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഈ രണ്ട് ഓപ്ഷൻ അല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെയും കൂട്ടി നോക്കാം അല്ലെ, ചാൻസ് ഉണ്ടാവും ചിലപ്പോ. നോക്കാം, ഇതൊക്കെ നമ്മൾ പറഞ്ഞ സിമ്പിൾ ട്രിക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് ആണ് ക്യാച്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. നോക്കാം, ഇവിടെ നമുക്ക് ആ ട്രിക്ക് ഉപയോഗിക്കാമല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്, 2 + 1 3 കിട്ടും. ഇവിടെ 8 ആണ്, ഇവിടെ 2 ആണ്. 8 + 2 10 വരുമ്പോൾ 10 0 ഉണ്ടായിരിക്കും. ഉത്തരത്തിൽ 10 0 ഉണ്ട്. ഇനി
അടുത്തത് ഇവിടെ 4 ആണ്, ഇവിടെ 8 ആണ്. 4 + 8 ഈ ഓപ്ഷൻ ആണല്ലേ. 4 + 4 8 വരുന്നുണ്ട്. നേരത്തെ ഉള്ളതിൻ്റെ 1 ബാലൻസ് ഉണ്ടാകുമ്പോൾ 4 + 4 8 + 1 9 വരും. അപ്പോൾ ഇത് തന്നെയാണ് ഉത്തരം വരിക. ചെയ്ത് വെക്കാൻ കൺഫേം ചെയ്യാം നമുക്ക്. ഇവിടെ 3 8 + 2 10 ബാലൻസ് 1 4 + 4 8 + 1 9 2 8 9 1 1 9 8 2 9 0 3. അപ്പോൾ ഈ ഒരു നമ്പർ കിട്ടുകയാണെങ്കിൽ ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞത്? ഇതും ഇതും ആഡ് ചെയ്യണം. വിച്ച് ആർ ദോസ് നമ്പേഴ്സ് എന്ന ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ മാറ്റി എഴുതേണ്ടി വരും. നോക്കിക്കോളൂ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി മിസ് വായിച്ചു തരാം. സം ഓഫ് ടു ഓഫ് ദീസ് നമ്പേഴ്സ്. മുകളിൽ കൊടുത്ത ഈ ഇത്രയും 4 സംഖ്യകളിൽ 2 എണ്ണം എടുത്ത് കൂട്ടിയപ്പോഴാണ് ഈ ഉത്തരം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഉത്തരം കിട്ടാൻ കാരണമായിട്ടുള്ള 2 നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇതും അതുപോലെ തന്നെ ഈ നമ്പറും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ, വീണ്ടും ഡിഫറൻസ് ആണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ -7 ആണ് കേട്ടോ. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലാർജസ്റ്റ് നമ്പർ ആൻഡ് ദി സ്മോളസ്റ്റ് നമ്പർ. ഇതിലെ ലാർജസ്റ്റ് നമ്പറും ഇതിലെ സ്മോളസ്റ്റ് നമ്പറും വ്യത്യാസം കാണണം. ഡിഫറൻസ് കാണണം. കണ്ടു നോക്കാം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ -7 ആണ്. മൈനസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ലാർജസ്റ്റ് നമ്പറിന്റെയും സ്മോളസ്റ്റ് നമ്പറിന്റെയും ഡിഫറൻസ്. ഇപ്പൊ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഡിഫറൻസിന്റെ ആൻസർ കിട്ടിയിട്ട് എഴുതിയെടുക്കാം. അവിടെ 1 2 8 2 0 6 1. ഓക്കെ, ഇനി ഡി ഉണ്ട്. സം സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദി ലാർജസ്റ്റ് നമ്പർ ഈസ് ഗിവൺ ബിലോ. ലാർജസ്റ്റ് നമ്പറിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കാം. ഇതാണ് ലാർജസ്റ്റ് നമ്പർ അല്ലേ. ഇത് എത്ര ഉണ്ടായിരിക്കും? വൺസ്, ടെൻസ്, 100, 1000, 10,000, lakh, 10 lakh, 16 lakh, 32,482. ആ നമ്പറിനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കാം നമുക്ക്. ദി നമ്പർ ഈസ് ലെസ് ദാൻ 1 million. 1 million എന്ന് പറഞ്ഞാൽ 1 million is equal to 10 lakh ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണോ? 10 lakhനേക്കാളും കുറവാണോ അത്? അല്ല, അത് 16 lakh ഉണ്ട്. അപ്പോൾ ഇതല്ല. ദി നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 1 million. 1 millionനേക്കാളും കൂടുതലുണ്ടോന്ന്? 1 million എന്ന് പറഞ്ഞാൽ 10 lakh ആണ്. നമ്മൾ ഈ ആൻസർ 10 lakhനേക്കാളും കൂടുതലുണ്ട്. ഇത് 10 lakhനേക്കാളും കൂടുതലുണ്ട്. സോ ഇത് കറക്റ്റ് ആണ്. ദി നമ്പർ ഈസ് ബിറ്റ്വീൻ 5 lakh and 10 lakh. 5 lakhന്റെയും 10 lakhന്റെയും ഇടയിലാണ് ഈ നമ്പർ. ഒരിക്കലല്ല അല്ലേ, ഇത് 16 lakh ആണ്. അപ്പൊ എന്തായാലും 5 lakhന്റെയും 10 lakhന്റെയും ഇടയിൽ അല്ല. അടുത്ത ഫോർത്ത് സെന്റൻസ് ആണ്. ദി നമ്പർ ഈസ് ബിറ്റ്വീൻ 10 lakh and 20 lakh. 10 ലക്ഷത്തിന്റെയും 20 ലക്ഷത്തിന്റെയും ഇടയിലാണ് ഈ നമ്പേഴ്സ് കാണപ്പെടുന്നത് ചോദ്യം. ശരിയാണ്, കാരണം ഇത് 16 ലക്ഷമാണ്. 10 lakhന്റെയും 20 lakhന്റെയും ഇടയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ഇത് കറക്റ്റ് ആണ്. സോ അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് കറക്റ്റ് ഉണ്ടായിരിക്കുക? 2 and 4. 2 and 4 are true. ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 and 4 are true. ഇത്തരത്തിലുള്ള മാച്ച് ദ ഫോളോവിങ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്സ്, ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. മാച്ച് ദ ഫോളോവിങ്ങിനൊക്കെ ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. മാച്ച് ദ ഫോളോവിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ഉണ്ടായിരിക്കും. നന്നായിട്ട് പഠിക്കുക കേട്ടോ.